ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചിരിക്കുന്നു സർക്കാർ. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാറാണ് സമിതിയുടെ ചെയർപേഴ്സൺ. ഓണറേറിയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സമിതി പഠിക്കും. 3 മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. സുനുഷ ഏലൂരുണ്ട്. സുനുഷ ഏലൂർ, ഇത് ആശാ സമരത്തിലേർപ്പെട്ടിരിക്കുന്നവർ തള്ളിയിരിക്കുന്ന ഉന്നതതല സമിതിയാണ്. അതിൽ INTUC അടക്കമുള്ള യൂണിയനുകൾ അംഗീകരിച്ച സമിതിയാണ്. അതിൽ തന്നെ ഒരു ഉന്നതതല സമിതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? സുനിഷ, എത്ര കാലത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം? സുനിഷ. അരുൺ, ഈ ആശമാരുടെ സമരം തുടങ്ങിയതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ 3-ാം തീയതിയായിരുന്നു ചർച്ച നടക്കുകയും ഇത്തരമൊരു സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കുമെന്നുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇവർക്ക് വാക്കുകൊടുക്കുകയും ചെയ്തത്. ഈ പറഞ്ഞതുപോലെ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ അന്ന് തന്നെ ഇത് നിരസിച്ചിരുന്നു. മറ്റൊന്നും തന്നെ പഠന വിഷയമാക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഓണറേറിയം പോലുള്ള വിഷയത്തിൽ അത് പഠന വിഷയമാക്കേണ്ടതില്ല, ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ആവശ്യമെന്നതായിരുന്നു അന്ന് ആശമാർ പറയുകയും ചെയ്തത്. അതേ നിലപാട് ഇപ്പോഴും ആവർത്തിക്കുക തന്നെയാണ്. ഏതായാലും അന്ന് തീരുമാനമെടുത്ത് 38 ദിവസത്തിന് ശേഷം ഓർഡർ ഇറങ്ങിയിരിക്കുന്നു, സമിതിയെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ചെയർപേഴ്സൺ ആയിക്കൊണ്ടുള്ള ഒരു സമിതിയാണ്, 5-അംഗ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഉന്നതതല സമിതി നിലവിൽ വന്നിരിക്കുന്നു. ഇനി ഈ സമിതി ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കും. അതിനുശേഷം റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കും. സർക്കാരിന് ആ റിപ്പോർട്ട് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓണറേറിയം വർധനവ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാവുക.